പട്ടികജാതിക്കാരുടെയോ പട്ടികവർഗക്കാരുടെയോ ന്യായമായി ഒരു വിഷയത്തിലും ഈ പട്ടികജാതി സീറ്റുകളിൽ നിന്ന് ജയിച്ചു പോകുന്നവർ പോലും ഇടപെടുന്നില്ല എന്നുള്ളത് നമ്മൾ കാണും. ഒരു സ്ഥലത്ത് ഗോത്രവർഗ കലാമേള വയനാട്ടിൽ ഒരു വർഷം നടക്കുക, ക്രിസ്മസ് കരോളതിനകത്ത്. അതെന്ത് ഗോത്രവർഗ കലാരൂപം? അവിടുത്തെ തലക്കരം മുലക്കരം രണ്ടെണ്ണം. പുരുഷന് ഉള്ളത് തലക്കരവും സ്ത്രീക്കുള്ളത് മുലക്കരും. അല്ലാതെ അത് മുലയുടെ വലിപ്പത്തിനോ അല്ലെങ്കിൽ എണ്ണം കൂടില്ലല്ലോ അല്ലേ, അതിനും അനുസരിച്ച് കൊടുക്കേണ്ടതല്ല. ബ്ലൗസ് ഇവിടെ ആരും മാറി മറക്കിയിരുന്നില്ല, ആരും എത്തി നോക്കിയിരുന്നില്ല. മതം മാറിയവരാണ് ആദ്യം ബ്ലൗസ് ഇട്ടത്. അതെ, മതം മാറിയാണ്. അപ്പൊ ആ കുപ്പായിടിക്കാന്നായിരുന്നു മതം മാറുന്നതിന് പേര് പറഞ്ഞിരുന്നു. ഒളിച്ചു വെക്കുന്നത്, ഒളിഞ്ഞു നോക്കാനുള്ള ഒരു പ്രവണതയാണോ ഇപ്പോൾ വരുന്നത് എന്ന് പോലും തോന്നുന്നു. അല്ലാതെ മുല മുറിച്ചതങ്ങി ഇത് സാധ്യമാണോ? മുല മുറിക്കാൻ ഒരാൾക്ക്? ഇവിടെ ഓരോന്ന് ചെയ്യുന്നത് സംഘപരിവാറിനെതിരെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു, എല്ലാം അങ്ങനെയാണ്. എല്ലാം സംഘപരിവാറിനെതിരെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ്. മോണോലിസയുടെ കല്യാണം നടത്തി കൊടുത്തതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള സംഘപരിവാറിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചെയ്യുന്ന എല്ലാ കാര്യവും സംഘപരിവാറിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബാലന്റെ മകന് കിട്ടിയല്ലോ, AK ബാലന്റെ മകന് വിദേശത്ത് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയല്ലോ. അതാണ് വ്യത്യാസം. ഒരു മന്ത്രിയുടെ മകന് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ ഈ പട്ടികജാതിക്കാർക്ക് വിദേശത്ത് പഠിക്കാനുള്ള ഫണ്ട് മേടിച്ച ഒരാൾ AK ബാലന്റെ മകൻ. പിന്നെ 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ പറഞ്ഞത് അമ്പലം എന്തിനാ? ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു, അമ്പലം പൊളിക്കണം, കപ്പ നടണം. അതായത് അമ്പലമുറ്റത്തെത്തിയ വിശ്വാസിയെ ശ്രീകോവിലിനകത്തേക്ക് കയറാതെ തിരിച്ച് വിശ്വാസം നശിപ്പിച്ച് പുറത്തേക്ക് ഓടിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ടീച്ചർ, ഞാൻ ഈ ആദിവാസികളുടെ കാര്യം ചോദിച്ചത്, ഈ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 863 കോടി രൂപയാണ് കേരളത്തിലെ പട്ടിക വർഗത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് അവരുടെ ഇടയിലേക്ക് ചെല്ലുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെല്ലുന്ന രീതി തന്നെ വേറൊരു രീതിയിലത്തേക്കാണ്. പ്രോപ്പറായിട്ട് അവർക്കൊന്നും കിട്ടുന്നില്ല. അവർക്ക് ആകപ്പാടെ കിട്ടുന്നത് ആട്, കോഴി, പശു തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ്. ഇതെല്ലാം മിക്കവാറും കാട്ടുജീവികൾ പിടിച്ചെടുത്തുകൊണ്ട് പോകും. ഇവർക്ക് യാതൊരുവിധ സാധനങ്ങളും കിട്ടുന്നില്ല. ഏകദേശം ഇന്ത്യ ഉണ്ടായി ഇത്രയും വർഷം, 19 വർഷം കഴിയുന്നു. ഇതുവരെയായിട്ടും അവർ അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റുകളും അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവരെ എങ്ങനെയാണ് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്ലാൻ ചെയ്യുന്നത്? ഇതിനൊരു വിലങ്ങുതടിയായിട്ട് ഈ മതപരിവർത്തന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യും? അല്ലെങ്കിൽ ഇവരെ എങ്ങനെ ഒരു സാധാരണ മനുഷ്യന്മാരുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവിടെ സർക്കാർ ഫണ്ട് വലിയ തോതിൽ അവർക്ക് അലോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ വലിയൊരു തുക ലാപ്സായി പോകുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് രണ്ട് വിഭാഗത്തിൻ്റെയും വലിയൊരു തുക ലാപ്സായി പോകുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കാൻ പട്ടികജാതി പട്ടികവർഗ സീറ്റിൽ നിന്ന് ജയിച്ചു പോയ MLA-മാർക്ക് പോലും സാധിക്കില്ല. കാരണം അവർക്കൊരു വെറും മത്സരിക്കാനുള്ളൊരു ഇത് മാത്രമാണ്. പട്ടികജാതി സീറ്റിൽ മത്സരിക്കുന്നു, അത് കഴിഞ്ഞാൽ അവർക്ക് ആ സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയില്ല. ഒരു വിഷയത്തിലും അവരിടപെടില്ല. പട്ടികജാതിക്കാരുടെയോ പട്ടികവർഗക്കാരുടെയോ ന്യായമായി ഒരു വിഷയത്തിലും ഈ പട്ടികജാതി സീറ്റുകളിൽ നിന്ന് ജയിച്ചു പോകുന്നവർ പോലും ഇടപെടുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു. കോടിക്കണക്കിന് രൂപ ലാപ്സായി പോകുന്നുണ്ട്. വിദ്യാഭ്യാസ സഹായം പോലും അവർക്ക് കിട്ടുന്നില്ല. മാത്രമല്ല അവരെന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാത്ത വികസനമാണ് നടത്തുന്നത്. അവരെന്താണ് നമ്മൾ പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യണത്? അവർക്ക് വേണ്ടതാണോ നമ്മൾ ചെയ്യുന്നത്? ചിന്തിച്ചു നോക്കും. ഞങ്ങൾ അട്ടപ്പാടിയിൽ പട്ടിണി മരണം ഉണ്ടായി ചെന്ന സമയത്ത് അവിടുത്തെ അമ്മമാർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് കുറേ വെളുത്തരി കൊണ്ടുതരും. കാരണം പൊതുവേ നമ്മുടെ ഒരു ശീലമാണ് ഈ വെളുത്തരി കഴിക്കുക എന്നുള്ളത്. അവർക്കത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയുന്നില്ല. അവരത് പാതി വേവിക്കും, പാതി കഴിക്കും. അപ്പം അവർ വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നവരാണ്, അത് കഴിക്കുന്നവരാ. മറ്റേ മില്ലറ്റ്സും മറ്റ് പല. അപ്പോൾ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അതിനൊക്കെ വേണ്ടുന്ന അവരോടൊപ്പം നിന്ന് അവരുടെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക. മറിച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതായൊരു വികസന സങ്കല്പത്തിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ കാടരുമല്ല നാടരും അല്ലാത്തൊരു സാഹചര്യത്തിൽ അവരെത്തുന്നു. എന്നിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. വിദ്യാഭ്യാസത്തിനൊരു കുറവും വരരുത്. നല്ല വിദ്യാഭ്യാസം, അവരാഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം. അപ്പോൾ അവിടെയൊക്കെ തന്നെ അവർക്ക് ഈ ഒരു സാമാന്യ വിദ്യാഭ്യാസത്തിനപ്പുറം ഉയർന്നു പോകുന്നവർ വളരെ കുറവാണ്. നമ്മൾ അത്തരം ഡാറ്റകളെ ആശ്രയിക്കുന്നില്ല. ഇപ്പോൾ SSLC പാസ്സാവാണ്ടിരിക്കണമെങ്കിൽ ഒരുപാട് പണിയെടുക്കണം. അപ്പോൾ കാരണം ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, മക്കളെ നിങ്ങൾ തോൽക്കാനാണ് പണി. കാരണം ഞങ്ങളെ അധ്യാപകരും തോൽക്കാൻ സമ്മതിക്കില്ല, സമാജവും തോൽക്കാൻ സമ്മതിക്കില്ല, രക്ഷിതാക്കളും തോൽക്കാൻ സമ്മതിക്കില്ല. കാരണം 1% തോൽക്കണത്. പക്ഷെ അതിനകത്ത് പെടുന്ന നല്ലൊരു ശതമാനം പട്ടികവർഗക്കാരാണ്. ഈ SSLCക്ക് അപ്പുറം പോകുന്ന കുട്ടികളിൽ, ഇപ്പം എൻജിനീയറിങ്ങിന് മെഡിസിനൊക്കെ ചേരുന്ന കുട്ടികളിൽ എത്ര പേര് പാസ്സാവുന്നുണ്ട്? എത്ര പേര് പഠനം പൂർത്തിയാക്കും? ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അത് പഠിച്ചാൽ വളരെ അമ്പരപ്പിക്കുന്ന കണക്കാണ് വരുന്നത്.
ഇവർ വളരെ കുറച്ച് പേരെയാണ് പഠനം പൂർത്തിയാക്കിയിട്ട് ഏതെങ്കിലും രംഗത്ത് എത്തുന്നുള്ളൂ. ഇവിടെയൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത്. പകരം നമ്മൾ ബ്രാഹ്മണിക്കൽ ഹെജിമണി തപ്പി പരസ്പരം തപ്പി ഗുസ്തി പിടിച്ച് ഗോതയിലിറക്കി ഇത് സംഘടനകളും ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകളും ശ്രദ്ധിക്കുന്നില്ല, രാഷ്ട്രവും ശ്രദ്ധിക്കുക. ഈ മറ്റേ പൈസ ഇറക്കുന്ന ഗവൺമെൻറ്റും ഇവിടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയൊക്കെ ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൽ കൂടിയാണ് എത്തുക. അങ്ങനൊരു ശ്രമം ഇവിടെ നടത്തുന്നില്ല. ഹിന്ദു ഐക്യവേദി വിശ്വ ഹിന്ദു പരിഷത്ത് എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം അതിലൊരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഇവിടെ പരിവാറിൽ ഓരോന്നിനും ഓരോ ചുമതലയുള്ള സംഘടനകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫണ്ട് അലോട്ട്മെൻറ്റിനെ പറ്റി, വിദ്യാഭ്യാസ ഫണ്ട്, ഇതിനൊക്കെ ഹിന്ദു ഐക്യവേദി കൈകാര്യം ചെയ്യും. പ്രക്ഷോഭമോ പ്രചരണമൊക്കെ. അതല്ലാതെ അവർക്കിടയിലുള്ള അവരെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്കിടയിൽ വനവാസി കല്യാണാശ്രമം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഹൈന്ദവ സംഘടന RSSൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വനവാസി കല്യാണാശ്രമം. അവർ വളരെ നല്ല പ്രവർത്തനമാണ് നടത്തുന്നത്. ആ കുട്ടികൾക്ക് എന്തൊക്കെയാണോ സ്പോർട്സിലാണ് കഴിവെങ്കിൽ അവരെ ആ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, അവരെ സ്ത്രീകൾക്ക് എന്താണോ ചെയ്യാൻ അത്തരം പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ജാംബുവാക്ക് ഒരു കാലത്ത് ഇവിടെ വലിയ ചോദ്യചിഹ്നമായതാണ്. മധ്യപ്രദേശിലെ ജാംബുവാക്ക് ക്രിമിനൽ നടപടികൾക്ക് ഏറ്റവും അധികം പ്രസിദ്ധി ആർജിച്ച് അങ്ങോട്ട് പോകാൻ പേടിയായിരുന്നു ആളുകൾക്ക്. പക്ഷെ ഇന്ന് അവർ സാംസ്കാരികമായി വളരെ ഉയർന്നു. അവർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടും അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഇന്ന് വളരെ മുന്നിലാണ് അവർ. അവിടെ വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനമാണ് നടന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ പല ആദിവാസി മേഖലകളിലും വനവാസി കല്യാണാശ്രമത്തിൻ്റെ വളരെ നിശബ്ദമായ എന്നാൽ നിരന്തരം നടക്കുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് വലിയ മാറ്റം വരുത്തുന്നുണ്ട്. അത് ഈ മതമാറ്റ മാഫിയകൾക്ക് ഒരു ഭീഷണി ആയതുകൊണ്ടാണ് ഇവർ സംഘപരിവാറിന് എതിരാവാനുള്ള ഒരു പ്രധാന കാരണം. കാരണം അവരുടെ മതമാറ്റത്തെ ചെറിയ തോതിൽ ശാരീരികമായി തടയുന്നു എന്നല്ല പറയണത്, മറിച്ച് അവർക്ക് സാംസ്കാരികമായി സാമ്പത്തികമായി ഉയരാനുള്ള മറു ചാനലുകൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ സംരക്ഷിച്ചു നിർത്തുന്നു. അത് ഹൈന്ദവ സംഘടനകൾ വളരെ നിശബ്ദമായിട്ട് നടത്തുന്നുണ്ട്. മതം മാറ്റക്കാർക്ക് ഈ ആദിവാസികളുടെ തനത് സംസ്കാരം സംരക്ഷിക്കാനാണ് നമ്മൾ അവർക്ക് പ്രത്യേകമായ സംരക്ഷണമൊക്കെ കൊടുത്തത്. അവർക്കിടയിൽ എങ്ങനെ ഇവർ കയറി നിരങ്ങുന്നത്? അവരുടെ സംസ്കൃതി എങ്ങനെയാണ് അട്ടിമറിക്കണത്? അപ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഒരു സ്ഥലത്ത് ഗോത്രവർഗ കലാമേള വയനാട്ടിൽ ഒരു വർഷം നടക്കുക, ക്രിസ്മസ് കരോൾ അതിനകത്ത്. അതെന്ത് ഗോത്രവർഗ കലാരൂപം അവിടുത്തെ? ഞാൻ ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ അതാണ്. പാലക്കാട് വെച്ചിട്ട് പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ മീറ്റ് നടക്കുകയാണ്. ഓൾ ഇന്ത്യ മീറ്റ് അല്ല, ഓൾ കേരള പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ ഇത് പാലക്കാട് നടക്കുകയാണ്. അത് ഫണ്ട് ചിലവാക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെയാണ് ഫണ്ട് ചിലവാക്കുന്നത്. അവിടുത്തെ മുഴുവൻ ഫണ്ടും ഇറങ്ങിയത് അവരുടെയാണ്. അവിടെ നടത്തിയത് ഒരു ഗോത്രവർഗ കലാരൂപം പോലും അവിടെ അവതരിപ്പിച്ചില്ല. കലാമേള നടത്തിയപ്പോൾ ഒരു ഗോത്രവർഗ കലാരൂപം അവതരിപ്പിച്ചില്ല. പകരം അവിടെ റാപ്പ് മ്യൂസിക്കാണ് നടത്തിയത്. റാപ്പ് ആവശ്യമാണ്, അത് വനവാസികൾ വരെ പഠിച്ചോട്ടെ. പക്ഷേ അവരുടെ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ ഇതിനാണ് പ്രോത്സാഹനം കൊടുക്കേണ്ടത്. അവരുടെ ഫണ്ട് ഉപയോഗിച്ച് കഥകളിയാണോ നടത്തേണ്ടത്? അല്ലല്ലോ. അവരുടെ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അവർ കഥകളി പഠിച്ചവരുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം, അല്ലേ? നേരെ മറിച്ച് ഒരു ഗോത്രവർഗ ആരും അറിയാത്ത ഗോത്രവർഗ കലാരൂപങ്ങളുണ്ടാകും. ആ കലാകാരന്മാരെ കൊണ്ടുവരണം, ആ കലയെ സമാജത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. അതൊക്കെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. പകരം ഇവരുടെ ഫണ്ട് ആയിരക്കണക്കിന് രൂപ റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട് അവതരിപ്പിച്ചത് റാപ്പ് സംഗീതം. അത് പറഞ്ഞാലാണ് അന്ന് എൻ്റെ മണ്ടയ്ക്ക് മുളകരച്ചത് എല്ലാവരും കൂടെ. അത് ഞാൻ എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കും, അതിന് സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ പറ്റിയ പാളിച്ചയാണ്. അവരെ എന്താക്കണം എന്നൊരു ഐഡിയ ഇല്ലാതെ വെറുതെ അവരുടെ കണക്കുകൾ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. വീടുകളൊക്കെ പോയി നോക്കിയാൽ കാണാം, പകുതി വീട് പണി തീർന്ന വീടുകൾ, വനവാസി മേഖലകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും വന്യജീവികളുടെ അക്രമത്തിൽ ഭയന്നാണ് ഇവർ ജീവിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴൊരു നയമില്ല നമുക്ക്. വന്യജീവികളോട് എന്ത് വേണം? ഇവരെ എങ്ങനെ സംരക്ഷിക്കണം? ഇപ്പോഴും ഒരു നയം പോലും ഇല്ല. പകരം നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രാഹ്മണിക്കൽ ഹെജിമണി, മനുസ്മൃതി, ഇതൊക്കെയാണ് ഇപ്പോഴും അതിൻ്റെ ഇടയിൽ കൊണ്ടുപോകുന്നത്. അംബേദ്കറിസ്റ്റുകൾ, എന്താണ് മറ്റേ അയ്യങ്കാളിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മസിൽ പിടുത്തം ഒഴിച്ചാൽ ഇവരെ അയ്യങ്കാളിസ്റ്റുകൾ എന്താ വേണ്ടത്? എൻ്റെ സമാജത്തിലൊരു 10 ബിരുദക്കാരെ കണ്ട് ഭരിച്ചാൽ മതി എന്നായിരുന്നു അയ്യങ്കാളിക്കുമോ? അല്ലെ, വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരണം, തൊഴിൽ രംഗങ്ങളിൽ മുന്നോട്ട് കൊണ്ടുവരണം. അത്ര ശ്രമമല്ലേ അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് വരേണ്ടത്. അല്ലാതെ ഇവരാരും ഒരു ജാതിക്കാരോട് ഗുസ്തി പിടിച്ചല്ല വളർന്നത്. അയ്യങ്കാളിയൊന്നും ഒരു ജാതിയോട് ഗുസ്തി പിടിക്കാൻ പോയിട്ടില്ല. പകരം സ്വന്തം സമുദായത്തെ കൈപിടിച്ചുയർത്തുക. അത് ചെയ്താൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ടീച്ചറെ, ഞാൻ ഉൾപ്പെടെയുള്ള ഗോത്രങ്ങൾ അല്ലെങ്കിൽ സമുദായങ്ങൾ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് വേറൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായിരിക്കുന്നത്, മുന്നോക്കം നിൽക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സവർണരെന്ന് പറയുന്നത്, എല്ലാ വിഭാഗങ്ങളും പലതരത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. സാമൂഹികപരമായി, സാംസ്കാരികപരമായി, സാമ്പത്തികപരമായി.
ഇതൊക്കെ വളർന്നു വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ നിന്നിട്ട്, വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഈ ഗോത്ര വിഭാഗങ്ങൾ അല്ലെങ്കിൽ സമുദായങ്ങൾക്കിടയിൽ നിന്നിട്ട് കൂടുതൽ NRIs ഉണ്ടായി, കൂടുതൽ സംരംഭകരുണ്ടായി. ഇങ്ങനെയാണ് വളർച്ച ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ നമുക്ക് മറ്റെന്തെങ്കിലും ആരെങ്കിലും കൊണ്ടു തന്നിട്ടോ ഒന്നുമല്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഉന്നമനം, അതായത് കൂടുതൽ NRIs, കൂടുതൽ സംരംഭകർ, ഇതൊന്നും തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു വളരെ പ്രശ്നം ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവരുടെ ഇടയിൽ തന്നെ ഈ കിടക്കുന്ന ചക്രവർത്തി പോരുകൾ, ഈ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതി പോരുകൾ, ഈ സവർണർ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ കീഴാളന്മാരോട് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ ഇടയിൽ ഭയങ്കര പ്രശ്നമാണ്. പറയൻ, പുലയൻ, കുറവൻ, തണ്ടാൻ, മണ്ണാൻ എന്നൊക്കെ പറയുമ്പോൾ ആകപ്പാടെ പ്രശ്നമാണ്. ആദിവാസി ഗോത്രത്തിന് എടുക്കുക ചെയ്യുന്നത് അതിനെക്കാട്ടി വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ ബ്രാഹ്മണർ ഇമ്പോസ് ചെയ്തെന്നൊക്കെ ഒരു നറേഷൻ അവിടെ കിടക്കുമ്പോഴും പിന്നെ വൈ യു ആർ ഫോളോവിങ് ദിസ് തിങ്സ് റൈറ്റ് നൗ, ഇപ്പോൾ എന്തിനും ഇത് ഫോളോ ചെയ്യുന്നൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പം ഇതിനകത്തു നിന്നൊക്കെ മാറ്റിക്കൊണ്ട് ഇവർ പോലും വിചാരിക്കുന്നില്ല തങ്ങളിൽ നിന്നിട്ട് കൂടുതൽ NRIs വേണം, തന്നിൽ നിന്നിട്ട് കൂടുതൽ സംരംഭകർ വേണമെന്ന് വിചാരിക്കുന്നില്ല. ഇവർക്ക് കൊടുക്കണതും ഇവർ വാങ്ങണതും ഇവർ ആവശ്യപ്പെടുന്നതും ആട്, കോഴി, പശു, പോത്ത്, താറാവ്, ഈ ഒരു 6 ഐറ്റത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ മാറ്റാനാണ്? അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അവരെ എങ്ങനെ ഉയർത്തണം എന്നുള്ള കാഴ്ചപ്പാടില്ലാത്തതിൻ്റെയാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് NRI ആകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ മറ്റേ സംവരണം 10 വർഷത്തേക്ക് എന്ന് ഭരണഘടന ആദ്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? 10 വർഷം കൊണ്ട് ഇവരെ ഒപ്പം എത്തിക്കണം എന്നാണ്. ഇപ്പോൾ സംവരണം തുടരേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ഒപ്പം എത്തിയില്ല. ഇപ്പോൾ പലരും സംവരണത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, സംവരണം ഒഴിവാക്കാനായിട്ടില്ല. കാരണം അതിന് പറയുന്ന സ്ഥിതിവിവര കണക്കുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. കാരണം നമ്മൾ വിദേശ മലയാളികളുടെ കാര്യം എടുത്താൽ അതിനകത്ത് 0.5% പോലും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരില്ല. പ്രവാസികൾക്കിടയിൽ 0.5% പോലും ഇല്ല. സംരംഭകർ അവരുടെ ഇടയിലില്ല. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് വിദ്യാഭ്യാസവും ആശുപത്രി. അവരുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാമമാത്രമാണ്. അയ്യങ്കാളി തുടങ്ങി വെച്ച ഒരു LP സ്കൂൾ ഇപ്പോൾ UP സ്കൂളായി മാറിയതാണ് ഏറെയുള്ളൊരു വികസനം എന്ന് പറഞ്ഞാൽ. പിന്നെയാണ്ട് ഏതോ ഒരു പട്ടികജാതി സംഘടനയ്ക്ക് ഒരു കോളേജ് കിട്ടിയിട്ടുണ്ട്. ഇതിലപ്പുറം സ്വന്തമായി അവർക്കൊരു സ്കൂളുകളും ഇല്ല. പട്ടികജാതിക്കാരുടെ പേരിൽ ആശുപത്രികളില്ല, സ്വന്തമായിട്ട് കച്ചവട സ്ഥാപനങ്ങളില്ല, പെട്ടിക്കടകൾ പോലും വളരെ കുറവാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് അവർക്ക് ഒരുപാട് അത്തരത്തിലുള്ള അവരെ ഒന്ന് കൈപിടിച്ച് കൊണ്ടുവരണം. ഇതവർക്ക് വേണ്ടാന്നുണ്ടായിട്ടല്ല, പക്ഷെ ഒരു സാമൂഹ്യ പിന്നോക്കാവസ്ഥ കൊണ്ടാണ് ഇതിലേക്ക് അവർ വരാത്തത്. ആ സാമൂഹ്യ പിന്നോക്കാവസ്ഥ മാറ്റിയാലാണ് ഈ രംഗത്തേക്കൊക്കെ അവർ ആ കാഴ്ചപ്പാട് ആവശ്യമാണ്. ആ കാഴ്ചപ്പാട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ഇല്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഈ ആക്ടിവിസ്റ്റുകളിലൊക്കെ ലക്ഷ്യം എന്താ? അവരുടെ ലക്ഷ്യം സവർണാവർണ വഴക്ക് നടക്കണം എന്നുള്ളതാണ്. അല്ലാതെ അവർ സംരംഭകരുണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അവരിൽ NRIs ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അത്തരം പ്രവർത്തനവും നടത്തുന്നില്ല. അത്തരം വിഷയങ്ങൾ അല്ലെങ്കിൽ അത് വളരെ എളുപ്പമുണ്ട് അത്തരം കാര്യങ്ങൾ നടത്താൻ. പക്ഷെ അത്തരം പ്രവർത്തനമല്ല നടത്തുന്നത്. ഹൈന്ദവ സംഘടനകൾ ശ്രമിക്കുന്ന അതാണ് ഈ മറ്റേ വനവാസി കല്യാണാശ്രമത്തിൻ്റെയൊക്കെ പ്രവർത്തനം ആ ഒരു തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായ ഒരു സാമൂഹ്യ പിന്നോക്കാവസ്ഥ മാറ്റി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. ആ നിലയിലായിരുന്നു നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ പുരോഗമന പ്രവർത്തനം. ഇത് കുറേ കാശ് അങ്ങോട്ട് കൊണ്ടുപോയി തള്ളും, അവർക്കും കിട്ടില്ല. ഇടനിലക്കാർ കുറേ തട്ടും, അവർക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ അതിൻ്റെ പേരിൽ നടത്തി കൊടുക്കും. പക്ഷെ വേണ്ടുന്ന കാര്യങ്ങൾ പലപ്പോഴും നടത്തി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവരായി തന്നെ വലിയൊരു വിഭാഗം അവരായി തന്നെ നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കോളനികളിൽ കൊണ്ടുപോയി ഇട്ടതുപോലും അബദ്ധമായിട്ടുണ്ട്. കാരണം കാരണം സ്വപ്നങ്ങൾ പോലും മറിച്ചൊന്നും കിട്ടുന്നില്ല അവർക്ക്. എല്ലാവരും ഇടയിലായിരുന്നു ജീവിക്കുമ്പോൾ ചില സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങൾ. അപ്പോൾ അങ്ങനെ ജാതി ഭേദം, സമ്പത്തുള്ള ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ജാതി വ്യത്യാസമുള്ളവർ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാതെ ഇടകലർന്ന് ഇവർ ജീവിക്കുന്ന ഒരു സാഹചര്യം വരണമായിരുന്നു. അതിനൊക്കെ നമുക്ക് അവിടെയൊക്കെ ചെറിയ പിഴവുകൾ പറ്റിയോ എന്ന് ചിന്തിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായ പരിശ്രമം വേണം. ആത്മാർത്ഥതയുടെ ഒരു കുറവുണ്ട് ഇവിടെ. ഓരോന്ന് ചെയ്യുന്നത് സംഘപരിവാറിനെതിരെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു, എല്ലാം അങ്ങനെയാണ്. എല്ലാം സംഘപരിവാറിനെതിരെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ്. മോണോലിസയുടെ കല്യാണം നടത്തി കൊടുത്തതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള സംഘപരിവാറിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചെയ്യുന്ന എല്ലാ കാര്യവും സംഘപരിവാറിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനപ്പുറം ഒരു ലക്ഷ്യവും കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾക്കില്ല. പ്രജകളെ സംബന്ധിച്ച്, സ്വന്തം പൗരന്മാരെ സംബന്ധിച്ച് ഒരു ലക്ഷ്യമില്ല. ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഈ സാമൂഹ്യ പിന്നോക്കാവസ്ഥ മാറ്റി ഇവരെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ജാതി കോളനി കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഗാഢസാരസ്വത ബ്രാഹ്മണരും അതുപോലെ തന്നെ ഈ പരദേശി പട്ടന്മാരെയും കോളനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജാതി കോളനി ഉണ്ടാക്കി കൊടുക്കുന്നത് ഗവൺമെൻറ് സ്പോൺസർഷിപ്പിലാണ്. ഇവരെല്ലാം കുടിയേറി വന്നവരാണ്. ഈ ഗാഢസാരസ്വതരും ഈ പരദേശി പട്ടന്മാരെന്ന് പറയുന്ന അയ്യർ കമ്മ്യൂണിറ്റിയും. ഇവിടെ നിലവിൽ നിന്ന് ആൾക്കാരുടെയൊക്കെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമായി
കുറേ കോഴിക്കോട് പോലെ കുറേ ജാതി കോളനികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പാവപ്പെട്ടവർ വേണം, എന്നും വേണം. കാരണം ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഒപ്പമാണ്. ഈ പാവപ്പെട്ടവർ ഒന്ന് ഭയങ്കരനാവാൻ ഇവർ സമ്മതിക്കില്ല. അതായത് പണക്കാരനാവാൻ ഇവർ സമ്മതിക്കുകയില്ല. എപ്പോഴും നിങ്ങൾ പാവപ്പെട്ടിരിക്കുക. അല്ലെങ്കിൽ വർഗസംഘടന നടക്കില്ലല്ലോ. പണ്ട് വർഗം ഉണ്ടായില്ലേ, വർഗസംഘടന നടക്കൂ. വർഗസംഘടന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ. അപ്പം അതായത് ഇവർക്ക് ഇങ്ങനെ ഭിക്ഷ പോലെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് ഇവരെപ്പോഴും തൊഴിലാളിയായിട്ടിരിക്കുക. ഒരിക്കലും ഒരു തൊഴിലാളി ഒരു മുതലാളി ആകണം എന്നുള്ളൊരു ചിന്തയോ ഒന്നും ഇവർക്കില്ല. ഈ പറഞ്ഞതിനകത്ത് നിന്നിട്ട് വിശ്വ പരിഷത്ത് അല്ലെങ്കിൽ ടീച്ചർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവരൊക്കെ ഹിന്ദുവിനകത്ത് വിടുന്നവരാണല്ലോ. ആണ്, അതുപോലെ പറഞ്ഞത്. നമ്മൾ അവരോടുള്ള നയത്തിൽ മാറ്റം വരുത്തണം എന്ന് പറയുന്നത്. അവർക്ക് ഒന്നിലും ബുദ്ധിപരമായി പിന്നോക്കമല്ല, കഴിവുകൾ പിന്നോക്കമല്ല. ഒരു പക്ഷേ മറ്റു പലരേക്കാൾ കഴിവുകളുണ്ട് അവർക്ക് എല്ലാ രംഗങ്ങളിലും. അത് കണ്ടെത്തിക്കൊണ്ട്, അവരുടെ ടേസ്റ്റ് കണ്ടെത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മാറ്റുന്നത് ഈ ഒരു സംവരണ തത്വത്തിൽ അതിൽ മാത്രം മോഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ മാത്രം നിർത്തി അതിനപ്പുറമുള്ളതൊന്നുമല്ല, അതിനപ്പുറമില്ലാത്തവർ ഒന്നും ചെയ്യേണ്ടെന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഈ സംവരണമൊക്കെ പലപ്പോഴും കിട്ടണത് ഒരേ കുടുംബത്തിന് തന്നെയാണ്. പിന്നെ രക്ഷിതാക്കൾ സർക്കാർ ജോലിക്കാരാണെങ്കിൽ അവരുടെ കുട്ടികളെ പോലെ മറ്റവർക്ക് മുന്നിലെത്താൻ കഴിയില്ല. അപ്പോൾ പിന്നെ വീണ്ടും സംവരണത്തിൽ ആരാ വരിക? ഇവർ തന്നെ വരിക. അപ്പോഴും ഈ മറ്റവൻ പിന്നിൽ തന്നെ മാറി പോവുകയാണ്. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഇങ്ങനെ മാറി മാറി ടേൺ വരാനുള്ള എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ ഇതിലേക്ക് കൊണ്ടുവരണം. നമ്മൾ അതിലും രസകരമായ വസ്തുത എന്താ വെച്ചാൽ, ഇപ്പോഴും ഈ പട്ടികജാതിക്കാരൻ്റെ കണക്ക് ഇതാണ്, പട്ടികവർഗ്ഗക്കാരൻ്റെ കണക്ക് ഇതാണ്. പക്ഷേ പട്ടികജാതിക്കാരന് 8% സംവരണേ കേരളത്തിലുള്ളൂ, പൊതുവേ നമ്മുടെ രാഷ്ട്ര നിയമം. പക്ഷേ കേരളത്തിൽ മുസ്ലിമിന് 12% സംവരണം ഉണ്ട്. സർക്കാർ ജോലികളിൽ 12% സംവരണം മുസ്ലിമിനുണ്ട്. ഏത് പിന്നോക്കാവസ്ഥ വെച്ചിട്ട് അത് കൊടുത്തത്? അത് ഈ പാവപ്പെട്ടവർക്കൊക്കെ കിട്ടേണ്ട ഹൈന്ദവ സമൂഹത്തിൽ, അതേപോലെ തന്നെ OBC വിഭാഗങ്ങൾ ഒരുപാട് പേര്, കാരണം അവരുടെ കുലത്തൊഴിലുകൾ നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് ഈ പ്രബല സമൂഹങ്ങൾ ഒഴിച്ചാൽ OBCക്കാർക്ക് ഈ PSCയിൽ അവരുടെ ഊഴം വരണമെങ്കിൽ കോഴിക്ക് മുല വരണ കാത്തിരിക്കണ പോലെ കാത്തിരിക്കണം. കാരണം 10-70 സമുദായങ്ങൾക്ക് കൂടി 3% സംവരണം. 70ഓളം സമുദായങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, വെറും 3%. ഒരു ഊഴട്ടാൽ പിന്നെ ഒരു ഊഴം കിട്ടുക ഏതേലും കാലത്താണ് അവർക്ക് കിട്ടുക. അവർക്കൊക്കെ കിട്ടേണ്ടുന്ന തൊഴിലാണ് രാഷ്ട്രീയ തിണ്ണമെടുക്കിൽ 12% സംവരണം മുസ്ലിം കൊണ്ടുപോകുന്നത്. അതൊക്കെ പൊളിച്ചെഴുതി അത് ഇവർക്ക് കൊടുക്കണം. നാളെ സംവരണം എല്ലാവരും ഒപ്പം എത്തുന്ന സാഹചര്യം വരുന്നത് വരെ ഇവരെ കൈപിടിച്ച് മേലോട്ട് കൊണ്ടുവരാൻ. സർക്കാർ ജോലിക്ക് മാത്രം കാത്തിരിക്കുന്നവരാവരുത്. സർക്കാർ ജോലി കിട്ടണം, ഒപ്പം അതിനേക്കാൾ ഉയർന്ന മേഖലകളിലേക്ക് അവർ എത്തുകയാണ്. അതിനേക്കാൾ ഉയർന്ന മേഖല എന്ന് പറയുമ്പോൾ അതാണ് സംരംഭകത്വം വേണം. ഈ പറഞ്ഞ മാതിരി പുറത്തു പോയി ജോലി ചെയ്യാൻ തയ്യാറാവുമ്പോൾ അവരിപ്പോഴും തയ്യാറാ. പക്ഷെ അതിലേക്ക് നമ്മളവരെ ഒന്ന് എന്ത് സഹായമാണോ കൊടുക്കാൻ കഴിയുക അത്തരം സഹായങ്ങൾ കൊടുക്കണം. ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതിയൊക്കെ ഉണ്ട് വിദേശത്തേക്ക് പോകേണ്ടത്, പക്ഷെ എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു കാസർഗോഡ് നിന്നിട്ടാണെന്ന് തോന്നുന്നു, ഒരു ഗോത്രവർഗത്തിൽ നിന്നിട്ട് ഒരു കുട്ടി പുറത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് സ്കോളർഷിപ്പ് അന്വേഷിച്ച് പോയ സമയത്ത് ഏകദേശം ഒരു 5-6 വർഷം മുമ്പാണ്. അദ്ദേഹത്തിനിടയ്ക്ക് അവിടെ ഉണ്ടായ പട്ടികവർഗ ക്ഷേമ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ ഗോത്രത്തിൽപ്പെട്ടവരൊക്കെ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുമ്പോഴാണോ നീ വിദേശത്ത് പോയി സൂഹിക്കാൻ? ബാലന്റെ മകന് കിട്ടിയല്ലോ, AK ബാലന്റെ മകന് വിദേശത്ത് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയല്ലോ. അതാണ് വ്യത്യാസം. ഒരു മന്ത്രിയുടെ മകന് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ ഈ പട്ടികജാതിക്കാർക്ക് വിദേശത്ത് പഠിക്കാനുള്ള ഫണ്ട് മേടിച്ച ഒരാൾ AK ബാലന്റെ മകനാണ്. ഭാര്യ ഏതാണ്ട് മെഡിക്കൽ കോളേജിൽ എന്തോ ജോലി ചെയ്യുന്ന ഉന്നത ജോലിയാണ് AK ബാലന്റെ ഭാര്യയ്ക്ക്. പക്ഷേ AK ബാലന്റെ മകന് ഈ പൈസ കിട്ടി. ഈ ചോദ്യം അവരോട് ചോദിച്ചില്ല. നിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉയർന്ന സ്ഥാനം ഇല്ലേ, നിനക്ക് എന്തിനാണ് ഈ ഫണ്ട് എന്ന് അവർ ചോദിച്ചില്ല. പക്ഷേ പാവപ്പെട്ടവരോട് ചോദിക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിരിക്കുന്ന കാര്യം ആണെന്നാണോ ടീച്ചർ പറയുന്നത്? ഇത് ഈ പറഞ്ഞ മാതിരിയാണ്, നേരത്തെ പറഞ്ഞതാണ് സത്യം. പാവപ്പെട്ടവർക്ക് വേണ്ടി സംഗതി ഒപ്പിച്ച് പാട്ട് പാടണമെങ്കിൽ പാവപ്പെട്ടവനായിട്ട് തന്നെ അവിടെ നിൽക്കണം. അവൻ മേലോട്ട് വരരുത്. ആ ഒരു ചവിട്ടി താഴ്ത്തൽ നടന്നില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ മുഖ്യധാരയിലേക്ക് എന്നേ എത്തുമായിരുന്നു. ഇപ്പോൾ ക്ഷേത്രകാര്യങ്ങളിൽ പോലും നമ്മൾ ചിന്തിച്ചാൽ അറിയാം, വളരെ ശക്തമായിട്ടാണ് നമ്മൾ 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തോടെ എല്ലാവരും ക്ഷേത്രത്തിനകത്തെത്തി. ആ അകത്യത്തിൽ ഹൈന്ദവ സംഘടനകൾ ആഗ്രഹിച്ച് ശ്രീകോവിലിൻ്റെ അകത്ത് വരെ അവരെ എത്തിക്കണം എന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ സംഭവിച്ചത് എന്താ? നിർഭാഗ്യവശാൽ എല്ലാവരും ക്ഷേത്രത്തിൽ എത്തിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ പറഞ്ഞത് ക്ഷേത്രം വേണ്ടാന്നാ. ഇവരൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് ഓടിക്കുകയാണ് ചെയ്തത്. അതിന് വിശ്വാസമേ വേണ്ട. ക്ഷേത്രം മുറ്റത്തെത്തിയ പട്ടികജാതിക്കാരനാകാം പട്ടികവർഗ്ഗക്കാരനാകാം, അവൻ ക്ഷേത്ര ശ്രീകോവിലിനകത്തേക്ക് പൂജാരിയായി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ അവർ മാറുന്നതിന് പകരം ഇവർ പിന്നെ ഇവരുടെ വിപ്ലവം കാണിക്കണം എന്താ?
പിന്നെ 939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ പറഞ്ഞത് അമ്പലം എന്തിനാ, ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു, അമ്പലം പൊളിക്കണം, കപ്പ നടണം. അതായത് അമ്പലമുറ്റത്തെത്തിയ വിശ്വാസിയെ ശ്രീകോവിലിനകത്തേക്ക് കയറാതെ തിരിച്ച് വിശ്വാസം നശിപ്പിച്ച് പുറത്തേക്ക് ഓടിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അത്തരം മാറ്റങ്ങൾക്ക് ഒരു 3-4 പതിറ്റാണ്ട് നഷ്ടപ്പെട്ടു പോയി. അത്തരം ഒരു വളർച്ചയ്ക്ക്, ആത്മീയമായൊരു വളർച്ചയ്ക്ക് ഒരു 4 നൂറ്റാണ്ടോളം നഷ്ടപ്പെട്ടു പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെമ്മാടിത്തം കൊണ്ട്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിശ്വസിക്കുകയും ചെയ്തു, കാരണം ഞങ്ങളുടെ രക്ഷകരാണ് എന്നിവർ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ആ നില രണ്ട് കൂട്ടരെയും നമ്പൂരാരോട് പൂണൂല് പൊട്ടിച്ചെറിയാൻ പറഞ്ഞു, എല്ലാവരും പുറത്തേക്ക് അകറ്റിയവർ ഇപ്പം അമ്പലം ഭരിക്കാൻ വന്നത് കാശുണ്ടായപ്പോഴാണ്. കാശുണ്ടാക്കിയത് സംഘപരിവാർ ക്ഷേത്രവിശ്വാസങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചെടുത്തതാണ്. പക്ഷെ ഒരു 4 പതിറ്റാണ്ടോളം ഇവർ നഷ്ടപ്പെടുത്തി എന്നുള്ളതൊരു സത്യം. ടീച്ചർ ഇപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ടീച്ചർ വരുന്നത് പാലക്കാട് മലപ്പുറം ഭാഗത്തു നിന്നിട്ടാണ്. ടീച്ചർ തിരുവനന്തപുരത്ത് വരുമ്പം ഇവിടുത്തെയുള്ള സ്ഥലം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീച്ചർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നറിയാം. അത് മലബാർ ഒരുപാട് പിന്നോക്കാവസ്ഥ വരാൻ ചരിത്രപരമായ കുറച്ച് കാരണങ്ങളുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടം, മാപ്പിള ലഹള, ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണം. ഈ തിരുവിതാംകൂറും കൊച്ചിയൊന്നും നേരിട്ടുള്ള ഭരണത്തിന് കീഴിലിരുന്നിട്ടില്ല ബ്രിട്ടീഷുകാരുടെ. മലബാർ മാത്രമാണ് ബ്രിട്ടൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലിരുന്നത്. അതുകൊണ്ട് തിരുവിതാംകൂറും കൊച്ചിയും താരതമ്യേന പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമായിരുന്നു. മാത്രമല്ല പ്രജാക്ഷേമ തൽപരരായ ഭരണകർത്താക്കൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകർത്താക്കൾ. മറ്റേ ഷൊർണൂർ വരെ റെയിൽവേ ലൈൻ എത്തി എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തും എൻ്റെ നാട്ടിലേക്ക് അത് കൊണ്ടുവരണം, അത് എറണാകുളം വരെ നീട്ടണമെന്ന് ആഗ്രഹിച്ച കൊച്ചി രാജാവ്. അങ്ങനെ നമുക്ക് പലതും കാണാം. തിരുവിതാംകൂറിലാണെങ്കിൽ തിരുവിതാംകൂറിൻ്റെ വ്യാവസായികമായി വിദ്യാഭ്യാസപരമായി ഒക്കെ മുന്നോട്ടത്തിന് ഒരുപാട് പരിശ്രമം തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ചെയ്തിട്ടുണ്ട്. ധർമാശുപത്രികളൊക്കെ ആദ്യം അവരുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഇതെല്ലാം കേരള സർവകലാശാലയൊക്കെ അവരത് തിരുവിതാംകൂർ സർവകലാശാല ഒരു പക്ഷേ ഇന്ത്യയിലെ പ്രശസ്തമായൊരു സർവകലാശാലയായി വളർത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയത്. ഇതിൻ്റെയൊക്കെ ഒരു മെച്ചം തിരുവിതാംകൂറിനും കൊച്ചിക്കുമുണ്ട്. മാത്രമല്ല മലബാറിലെ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് അവിടുത്തെ പ്രമുഖമായ പല കുടുംബങ്ങളും ഇങ്ങോട്ട് പലായനം ചെയ്തു. പ്രമുഖമായ, കാരണം ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ ധാരാളം പേര് ധർമ്മരാജാവിൻ്റെ സംരക്ഷണയിൽ തിരുവിതാംകൂറിലേക്ക് വന്നു. അപ്പോൾ അത് പലപ്പോഴും സമ്പത്തുള്ള വിദ്യാഭ്യാസമുള്ള വലിയൊരു വിഭാഗം അവിടുന്ന് ഒഴിഞ്ഞു പോരുന്നതിന് അത് കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ വിദ്യാഭ്യാസപരമായി അവിടെ അതുകൊണ്ട് തന്നെ പിന്നിലാണ്, സാമ്പത്തികമായി പിന്നിലാണ്. ഒരുപാട് ചരിത്രത്തിൽ പല അരുതായ്മകളും മലബാറിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പിന്നെ പുതിയ ഭരണം വന്നപ്പോഴും ഒരു കുറച്ചകന്ന സ്ഥലം എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഐക്യ കേരളത്തിൻ്റെ അവഗണനയും മലബാറിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ടീച്ചർ ഈ കേരളത്തിൻ്റെ ഈ ചരിത്രം പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാം വിഭാഗക്കാരും ക്രിസ്ത്യാനികളും പറയുന്നൊരു കാര്യമാണ്, ഇവിടെ വികസനം കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളാണ്, ക്രിസ്ത്യൻ മിഷനറിമാരാണ്, മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല, മുലക്കരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വീശക്കരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചട്ടിക്കരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പൊതുവെ പറഞ്ഞു വെക്കാറുണ്ട്. ചരിത്രപരം വരെ ജനിച്ചിട്ടില്ല പറഞ്ഞില്ലേ ഇപ്പോൾ വ്യത്യസ്തം ജനിച്ചിട്ടില്ല, അതിന് കൂടുതൽ എന്താ ഇനി പറയാനുള്ളത്? അപ്പോൾ ആ അർത്ഥത്തിലെല്ലാം എടുത്താൽ മതി. ചരിത്രപരമായി നമ്മൾ നോക്കുമ്പം ലിറ്ററലി ബൈ ഡോക്യുമെന്റ് പ്രകാരം ഈ മുലക്കരം എന്ന് പറയുന്ന ബ്രസ്റ്റ് ടാക്സ് എന്ന് പറയുന്ന സാധനം ലിറ്ററലി ഇല്ല. അത് മുലക്കരം ഉണ്ട്. അതെന്താണെന്നറിയാമോ? തലക്കരം മുലക്കരം രണ്ടെണ്ണം. പുരുഷന് ഉള്ളത് തലക്കരവും സ്ത്രീക്കുള്ളത് മുലക്കരവും. അല്ലാതെ അത് മുലയുടെ വലിപ്പത്തിനോ അല്ലെങ്കിൽ എണ്ണം കൂടില്ലല്ലോ അല്ലേ, അതിനോ അനുസരിച്ച് കൊടുക്കേണ്ടതല്ലത്. അത് സ്ത്രീകളിൽ നിന്ന് വാങ്ങുന്നതിന് മുലക്കരം എന്നും പുരുഷന്മാരിൽ നിന്നുള്ളതിന് തലക്കരം എന്നും പറഞ്ഞിരുന്നു. അത് നമ്മൾ ചൊല്ലിത്തന്നെ പറയില്ല, 4 തല ചേർന്നാലും അതൊക്കെ പറഞ്ഞ. അപ്പോൾ അത് ആ സ്ത്രീ പുരുഷൻ എന്നുള്ള സങ്കല്പത്തിലാണ് അന്ന്. ഈ വാക്കുകൾക്കൊന്നും ഇത്രയും ഒരു ജുഗുപ്സാവഹമായ അർത്ഥമൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ മുല എന്നൊക്കെ പറയാൻ തന്നെ ഒരു അല്ലേ, ഈ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മലയാളം പറയില്ല. കാരണം അത് പറയുമ്പോൾ നമുക്ക് അതിലെന്തോ ഒരു ലൈംഗികതയോ അല്ലെങ്കിൽ ഒരു മറ്റെന്തോരോ മീനിങ്ങോ നമ്മൾ അധപ്പതിക്കുകയോ ചെയ്തത്. അതിനൊക്കെ ഇതൊന്നും പറയാനോ ഇത് കാണിക്കാനോ ഇവിടെ ഉള്ളവർക്ക് മടിയുണ്ടായിരുന്നില്ല. മാറ് മറയ്ക്കാൻ സ്വാതന്ത്ര്യം, മാറ് മറക്കിയിരുന്നില്ല ഇവിടെ ആരും. എൻ്റെ അച്ഛമ്മയും അമ്മമ്മയും, അമ്മമ്മ പുറത്തൊക്കെ ബ്ലൗസ്, വീട്ടിൽ പലപ്പോഴും ബ്ലൗസ് ഇല്ലാതെ നിൽക്കണേണ്ട്. അവർ ബ്ലൗസ് പൊതുവെ ഇടുന്നെങ്കിൽ വീട്ടിൽ പലപ്പോഴും ബ്ലൗസ് ഇടാക്കുക. അച്ഛമ്മ ഇട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ബ്ലൗസ് ഇട്ട് ഇവിടെ ആരും മാറി മറക്കിയിരുന്നില്ല, ആരും എത്തി നോക്കിയിരുന്നില്ല. ഇപ്പോൾ മൃഗങ്ങൾക്ക് എല്ലാ അവയവവും ഉണ്ട്. ഈ സ്ത്രീയിലോ അശ്ലീലോ ഇവിടുന്ന വരണത് ശീലിക്കുന്നതിനനുസരിച്ചിട്ടാണ്. ഈ മനുഷ്യനുള്ള എല്ലാ അവയവവും മൃഗത്തിനുണ്ട് അല്ലേ? അത് കാണുമ്പോൾ ആർക്കും അയ്യേന്ന് പറയുന്നില്ലല്ലോ. ആന എന്താ ഷെഡിടാതെ പോകണമെന്ന് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. അത് കാണുമ്പോൾ ഒരു ഇത് നമുക്ക് തോന്നിയിട്ടില്ലല്ലോ. ഇവർ ഈ ബ്ലൗസ് ഒരു കാലത്ത് ചായം തേച്ചിട്ടും ഇലട്ടിട്ട് നടന്നിരുന്നവരാണ് സായിപ്പന്മാർ. അന്നേ വികസനത്തിൻ്റെ ഭാഗ്യയിലേക്ക് എത്തിയവരാണ് നമ്മൾ. കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് അർദ്ധനഗ്നരാവാൻ കാരണം.
കേരളത്തിൻ്റെ കാലാവസ്ഥ പുരുഷന് ആണെങ്കിലും സ്ത്രീ ആണെങ്കിലും അർദ്ധനഗ്നരായിട്ടാണ് ഇവിടെ നടന്നിരുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ അന്നൊക്കെ ഒരു തോർത്തുണ്ടോണ്ട് തടയാം. അതായത് ഒരു നല്ല ചൂട് വന്നാൽ തോർത്തുണ്ടൊന്നും ഇങ്ങനെ അങ്ങനെ അങ്ങനെ വീശിയാൽ പോവാത്ത ഒരു ചൂടും പിടിയില്ല. ഒരു തോർത്തുണ്ട് കാലുമ്മ കൂടി ഇട്ടാൽ പോവാത്ത ഒരു തണുപ്പും പിടിയില്ല. ഒരു തോർത്തുണ്ട് വിരിച്ചൊന്ന് ഒരുത്തി കിടന്നാൽ അത്രയ്ക്ക് മതി ഇവിടുത്തെ കാലാവസ്ഥ. അന്ന് അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ അർദ്ധനഗ്നരായിട്ട് നിന്നത്. അല്ലാതെ മറ്റൊരർത്ഥമില്ല. ഇവർ ബ്ലൗസ് ഇടുമ്പോൾ ഇവരുടെ വികസനത്തിലേക്ക് മറ്റൊരു അതാണ് പ്രശ്നം. മതം മാറിയവരാണ് ആദ്യം ബ്ലൗസ് ഇട്ടത്. മതം മാറിയാണ്. അപ്പൊ ആ കുപ്പായി ഇടിക്കാന്നായിരുന്നു മതം മാറുന്നതിന് പേര് പറഞ്ഞിരുന്നത്. അത് ഇവിടെ സവർണാവർണ ഭേദമില്ലാതെ ആരും മറച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ നമ്മുടെ ചുമർ ചിത്രകലകളൊക്കെ നോക്കൂ കാണുന്നത്. ഇത് പുറത്തേക്ക് കാണിക്കുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനൊക്കെ കണ്ട വേറൊരു അർത്ഥത്തിൽ ആരും എടുത്തിരുന്നുമില്ല. അതായത് കുറച്ച് കഴിഞ്ഞാൽ ഇവർ പറയരുത് മുഖം മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളാ കൊടുത്തത്. കാരണം അവരിപ്പോ മുഖം മറയ്ക്കാതെ മുഖം മറച്ച് നടക്കുന്നു, മുടി മറച്ച് നടക്കുന്നു അല്ലേ. ഈ കേരളത്തിലുള്ളവരൊക്കെ മുഖവും മുടിയും പുറത്തേക്ക് കാട്ടിയിട്ടാണ് നടത്തിയിരുന്നത്. ഞങ്ങളാണ് എല്ലാവരുടെയും മുഖവും മുടിയും മറച്ചെന്ന് നാളെ പറയാതെ വരട്ടെ എന്ന് മാത്രമേ ഇപ്പൊ പ്രാർത്ഥന. അതായത് നമ്മൾ ഈ ചുവർ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ആഠ്യ ബ്രാഹ്മണ വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പം അവിടുത്തെ ഇല്ലത്തുണ്ടായിരുന്ന അന്തർജനങ്ങളുടെയൊക്കെ ചുവർ ചിത്രങ്ങളൊക്കെ എഴുതി വെക്കുമ്പം സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന അന്തർജനമുണ്ട്, പക്ഷേ ദേഹത്ത് അതായത് പൊക്കിളിന്റെ മുകളിലേക്ക് മറച്ചിട്ടില്ല. അപ്പം ഈ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് അവർണന്മാർക്ക് അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ഹീനജാതിക്കാര് അല്ലെ അൺടച്ചബിൾ ആയിരിക്കുന്ന ആൾക്കാർക്ക് മറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ട്രാവൻകൂറിൽ നമ്മൾ നോക്കുമ്പം അവിടെ പഴയ 800-കളിലൊക്കെ ഉണ്ടായിരുന്ന രാജകുടുംബത്തിലെ സ്ത്രീകളെല്ലാം തന്നെ ഓപ്പൺ ബ്രസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ബിക്കോസ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു കേരളത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു സാംസ്കാരികപരമായിരിക്കുന്ന ഒരു ഐഡന്റിറ്റി ആയിട്ടാണ്. ഇവിടെ ആണും പെണ്ണും അർദ്ധനഗ്നരായിരുന്നു എന്നതാണ് വാസ്തവം. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇവരുമായുള്ള സമ്പർക്കത്തിൽ ഇതിലൊരു ചെറിയ ജാള്യത തോന്നുന്നവർ മറ്റേ മുണ്ടൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറയ്ക്കാൻ തുടങ്ങി. അവിടെയാണ് ഈ ജാതിഭേദം കാണിക്കൽ തുടങ്ങിയത്. പുറത്തേക്ക് അവരായിരിക്കാം ചിലപ്പോൾ ആദ്യം വിദ്യാഭ്യാസം നേടിയത്, അവർക്കായിരിക്കാം ഇത്തരം ചിന്ത. അപ്പോൾ അവരൊരു മറയ്ക്കുകയും മറ്റവരത് മറയ്ക്കാതെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഇന്നലെ ചെയ്ത ഒരബദ്ധം മറ്റവർക്ക് ഇന്നത്തെ ആചാരമാകാം, മറയ്ക്കാതെ നിന്നോ ഇനി മറയ്ക്കണ്ട എന്ന് ചിലപ്പോൾ വിഡ്ഢിത്തം വിളിച്ച് പറഞ്ഞിട്ടും ഉണ്ടാകാം. അതല്ലാതെ ഇവിടെ ജാതി ഭേദമൊന്നും ഇല്ലാതെ എല്ലാവരും അർദ്ധനഗ്നരായിരുന്നു എന്നതാണ് സത്യം. അതായത് കേരളത്തിലെ സ്ത്രീകൾക്ക് അർദ്ധനഗ്നരായി പോലും നാട്ടിലിറങ്ങി നടക്കാം എന്നൊരവസ്ഥ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കുളിച്ചിരുന്നത് കുളത്തിലല്ലേ. കുളത്തിന് കടവുണ്ടാവും. ഇപ്പുറത്തെ കടവിൽ പുരുഷന്മാർ കുളിക്കും, ഇപ്പുറത്തെ കടവിൽ സ്ത്രീകൾ കുളിക്കും. ഈ കടവ് എന്ന് പറഞ്ഞാൽ ഏതാനും മീറ്ററേ ഉള്ളൂ. അതാണ് കഴിഞ്ഞാൽ നീന്തിയ നമ്മൾ ഒരു കുളത്തിന്റെ ഒരു ഭാഗത്തേക്ക് എത്തണത്. പുരുഷൻ നീന്തി വരുന്നതും സ്ത്രീ നീന്തി വരുന്നതും ഒരേ സ്ഥലത്തേക്കാണ്. ആരെയും പൊത്തിപ്പിടിക്കുകയെ ആരും എത്തി നോക്കി ഒന്നും ചെയ്തിരുന്നില്ല. പീഡനങ്ങളില്ല. കൂടുതൽ ഗോപ്യമാക്കും തോറും കൂടുതൽ പ്രശ്നം. അപ്പോഴാണ് ഒളിച്ചു വെക്കുന്നത്, ഒളിഞ്ഞു നോക്കാനുള്ള ഒരു പ്രവണതയാണോ ഇപ്പോൾ വരുന്നത് എന്ന് പോലും തോന്നിപ്പോകും. നമ്മളിപ്പം പൊളിറ്റിക്കലി എടുത്ത് നോക്കുവാണെങ്കിൽ, രാഷ്ട്രീയപരമായി എടുത്ത് നോക്കുവാണെങ്കിൽ ലിറ്ററലി ഇപ്പോഴാണ് നമ്മൾ മുലക്കരവും അതുപോലെ തന്നെ ഷഡ്ഡിക്കാരും ഒക്കെ കൊടുക്കുന്നത്. 5% സ്റ്റേറ്റിലേക്കും 5% സെൻട്രലിലേക്കും നമ്മൾ GST വിധം വെച്ചിട്ട് ഓരോ ഷഡ്ഡിക്കും ഓരോ ബ്രേസേഴ്സിനും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൊസൈറ്റി പറഞ്ഞു വന്നിരിക്കുന്ന ഈ മുലമുറിച്ച നങ്ങേലിയുടെ കൂട്ടം ആരും ലിംഗം മുറിക്കാനോ മുലമുറിക്കാനോ ഇപ്പം വെറും കെട്ടുകഥയാണ്. അങ്ങനെ ഒന്നൊരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ചേർത്തലയിലൊക്കെ മുലച്ചിപ്പറമ്പ് എന്ന് പറയണത് അതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. മുലച്ചി എന്ന് ചേർത്തല കാർത്യായനി ഭഗവതി പറയുന്ന പേരാണ്. പലപ്പോഴും കൊടുങ്ങല്ലൂർ ഭഗവതിയെ ചേർത്തല കാർത്യായനിയൊക്കെ അത്തരത്തിൽ അത് ഒരു പക്ഷേ തെറിയ അഭിഷേകം എന്നൊക്കെ ഒരു കാലത്ത് തെറിയല്ല, അത് ഒരുപക്ഷെ സ്വാതന്ത്ര്യം മലച്ചി എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാ. അപ്പൊ അതുപോലുള്ള സ്ഥലങ്ങളാണ് ഈ മലച്ചിപ്പറമ്പ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ മുല മുറിച്ച നങ്ങി ഇത് സാധ്യമാണോ? മുല മുറിക്കാൻ ഒരാൾക്ക് ഒരു കുരു ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ ആളെ കാത്തുന്നവരാണ് ആധുനിക വൈദ്യശാസ്ത്രം ഒരു കുരു കീറുന്നത്. ദേഹത്ത് വന്നൊരു പരു കീറണമെങ്കിൽ അപ്പൊ പറയും ഈ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾ വന്ന് കാവലിക്കണമെന്ന് വേണ്ടേ. എന്നിട്ട് ബ്ലഡ് കാരണം നഷ്ടപ്പെടാം. അപ്പോഴാണ് മുല മുറിച്ച് ചേമ്പിൻ്റെ ഇലയിൽ വെച്ചുകൊണ്ട് സമർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്തും പറയാമെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്തർജനങ്ങളും മാറുമറച്ചു കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥയിലേക്കായിരുന്നു. അല്ല, അതൊക്കെ പിന്നീട് ഇവരുണ്ടാക്കിയ ചില ശ്ലീല ബോധങ്ങളുണ്ട്, ഈ കടന്നു വന്ന വൈദേശിക മതങ്ങൾ. അപ്പോഴാണ് പലർക്കും ഇത് നാണക്കേടൊക്കെ തോന്നൽ തുടങ്ങിയത്. അതായത് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ മുഖം മറയ്ക്കാൻ ഞാൻ നാണക്കേട് തോന്നാതിരിക്കട്ടെ നമുക്ക് എന്ന്. അവരെല്ലാം മറച്ച് നടക്കുമ്പോൾ നമ്മൾ മാത്രം മുഖം മറയ്ക്കുന്നില്ല എന്ന് നാണക്കേട് തോന്നാതിരിക്കട്ടെ എന്ന്. കാരണം അവർ മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? മുഖത്തും എന്തൊക്കെ ഉണ്ട്, മുടി മറയ്ക്കണം എന്തുകൊണ്ടാണ്? മുടിയിൽ ലൈംഗികത ഉണ്ട് എന്നൊക്കെയുള്ള നിലയിലാണല്ലോ പറയുന്നത്. അപ്പോൾ അതൊക്കെ നാളെ എല്ലാവരും മറച്ച അല്ലേ, എന്തൊരു അല്ലേ, തീരെ ബോധമില്ലാത്തവരായിരുന്നു മലയാളികൾ. മുഖം മറയ്ക്കാതെയാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ നടന്നിരുന്നതെന്നൊക്കെ നാളെ പറഞ്ഞിറങ്ങിയാൽ സംഗതി അബദ്ധമായി. അപ്പോൾ
ടീച്ചറിൻ്റെ വിലപ്പെട്ട സമയം, വളരെ വിശിഷ്ടമായിരിക്കുന്ന സമയം ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ പ്രേക്ഷകരുടെ കൂടെ പങ്കുവെച്ചതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു.